എന്നാണ് അറിയപ്പെടുന്നത്. KPM ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ക്രഷറാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരുന്നത്. 93-94 കാലഘട്ടത്തിൽ ഞങ്ങൾ ക്രഷർ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് 2017 ക്രഷർ നിന്നുപോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഈ ഏരിയയെ ഇതുപോലെ ഉപകാരമില്ലാത്തൊരു സാധാരണ പാറമട നിന്ന് പോയി കഴിഞ്ഞാൽ അത് യൂസ് ത്രോ എന്ന് പറഞ്ഞ പോലെ ഉപകാരമില്ലാത്തൊരു സംഭവമാണ്. അപ്പം അതിനെ ഞങ്ങൾ ഈ രീതിയിലൊന്ന് മാറ്റിയെടുത്തതാണ്. അപ്പം ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനമാകട്ടെ, ഇതുപോലെ കോറിയിൽ നിന്ന് പോയ കോറികളൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഒരു ചിന്തയും കൂടെ ഇതിനകത്തുണ്ടായിരുന്നു. ഇത് ഒരു കോറിയായിരുന്നു. കോറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആശയം വന്ന് ഇതുപോലെ കുറച്ച് മീനുമൊക്കെ വളർത്തി ഇങ്ങനെ ഒരു പാർക്ക്, ഇത്രയും ഒരു 2 ഏക്കറോളം വെള്ളത്തിൻ്റെ ഏരിയ ഉള്ളതുകൊണ്ട് അതിനകത്തൊരു ബോട്ടിങ്ങും പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തു. അപ്പം അത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്നുണ്ട്. വാഗമണ്ണല്ലേ ടൂറിസ്റ്റിന് സാധ്യത കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത്. ഞങ്ങളും ഇവിടെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കൊട്ടവഞ്ചിയുണ്ട്. കൊട്ടവഞ്ചിയിൽ ജാപ്പനീസ് കോയി കാർപ്പുകളുടെ ഒരു വലിയ കളക്ഷൻ ഈ കൊണ്ടിനകത്തുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ കൂടെ ഫീഡ് അവർക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം നമ്മുടെ കൂടെ വരും. അവരുടെ കൂടെ ഒരു സഞ്ചാരമാണ്. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ തന്നെ ഫാമിലെ മീൻ തന്നെയാണ് ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷും നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ രാത്രിയൊക്കെ ഭയങ്കര രസമായിരിക്കും. ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം നല്ല വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ നല്ലൊരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്. ഇത് 60 ഏക്കറോളം ഉണ്ട്. ഇവിടെ ഞങ്ങൾ വലിയൊരു പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞങ്ങളിവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഒരു വലിയൊരു വെള്ളച്ചാട്ടം ഈ ഭാഗത്തായിട്ട് വരും. പിന്നെ കുറച്ച് റോക്ക് ക്ലൈമ്പിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ കൊണ്ടുവരാൻ പ്ലാനുണ്ട്. പിന്നെ റിസോർട്ടും ഒക്കെ ഞങ്ങളിനി അടുത്ത നെക്സ്റ്റ് അതാണ്. അങ്ങനെ അതിലേക്കാണ് ഞങ്ങളിനി ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഓരോ വർഷവും പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു ബോൺസായി ഗാർഡൻ ഉണ്ട്. ബോൺസായിയുടെ വലിയ കളക്ഷനുണ്ട്. 30 വർഷം വരെ പഴക്കമുള്ള ട്രീകളുണ്ട്. അതാണ് വളരെ റെയറായിട്ടുള്ളതാണ്. ഒരു 500 ബോൺസായികളുണ്ട്, പല വെറൈറ്റി. അത് പല തീമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടും ആസ്വദിക്കാനും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അതൊരു റെയർ കളക്ഷനാണ്. പിന്നെ കുറേ പക്ഷിമൃഗാദികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ കണ്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇവിടുന്ന് ഫുഡും കഴിച്ച് വളരെ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകുന്നു.